ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് സ്ത്രീകളുടെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂവി. ഹൗ യു ക്യാൻ ഗോ ഔട്ട് ഓഫ് ഈ ബബിളിൽ നിന്നും, ഈ ഒരു ബൗണ്ടറിയിൽ നിന്നും മാറി ലൈഫ് പർപ്പസിലേക്ക് മൂവ് ചെയ്യണമെന്നും അത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇഫ് ബിന്ദു എന്ന കഥാപാത്രത്തിന് ആകാമെങ്കിൽ വൈ കാണ്ട് യു, വൈ കാണ്ട് ഐ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ സിനിമയുടെ മൂവിയുടെ മെസ്സേജ്. നോർത്ത് ഇന്ത്യൻ കല്യാണത്തിൽ ഈ സാരിയുടെ തുമ്പും മുണ്ടിന്റെ തുമ്പും കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിടേണ്ട ആവശ്യം എന്താണ്? യു ആർ ഇൻഡിപെൻഡന്റ് പീപ്പിൾ. മാൻ ആൻഡ് വുമൺ ബോത്ത് ആർ ഇൻഡിപെൻഡന്റ്. ഇഫ് യു ആർ ലിവിങ് ടുഗദർ, മേക്ക് ഇറ്റ് ഇസ് എ ഗുഡ് മ്യൂസിക്. തൊഴിലുറപ്പ് ബിന്ദുവിൽ നിന്ന് സോഫിയയിലേക്ക് there is a big gap. I know that. ബൗണ്ടറി, ഇറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ബൗണ്ടറി ആയാലും ഫിസിക്കൽ ബൗണ്ടറി ആയാലും ഇമോഷണൽ ബൗണ്ടറി ആയാലും ദാറ്റ് ഈസ് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിയിരിക്കുന്നു. 7 വർഷം ഒന്നിച്ച് കൂടെ പൊറപ്പിച്ചെടുത്തിന് ഞാൻ തട്ടി. ഒളിവിൽ പോയ ബിന്ദു ഉണ്ടല്ലോ, അവളെ പറ്റി വല്ലവരുണ്ട്. ഇപ്പോഴത്തെ ലിവിങ് ടുഗദറിന്റെ ഒരു ഗ്രാമീണ വേഷനാണല്ലോ ഒന്നിച്ച് പൊറുക്കുക എന്നുള്ളത്. പക്ഷേ നമസ്കാരം. ഒരു സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കുക എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം കഠിനമാണ് എന്ന് പല ഇൻ്റർവ്യൂവിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന സോഫി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വിചാരിച്ചതുപോലെ ചില്ലറക്കാരിയല്ല. മാം ഈ പറയുന്നത് പോലെ സംവിധാനം, അഭിനയം, രചന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. സിനിമ പുറത്തിറങ്ങാൻ പോകുന്നു, ലേഡി വിത്ത് ദ വിങ്സ്. എന്താണ് പ്രതീക്ഷ? ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എവരി വൺ ക്യാൻ റിലേറ്റ് ടു ദിസ് മൂവി. ഇപ്പോൾ ഒരു സ്ത്രീയുടെ നമ്മൾ എല്ലാ വാക്സ് ഓഫ് ലൈഫിലും, അപ്പോൾ ഒരു സെഗ്മെൻറ്റിൽ താഴെ നിൽക്കുന്നവരാണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും ഈവൻ അപ്പർ ക്ലാസ് ആണെങ്കിലും സ്ത്രീകളുടെ പ്രശ്നം ഒന്നാണ്. വേൾഡ് വൈഡിൽ, നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല വേൾഡ് വൈഡ് പ്രശ്നങ്ങൾ ഒന്നാണ്. പക്ഷേ ഇൻറ്റൻസിറ്റി വ്യത്യാസം കാണാം. നമ്മൾ കുറച്ചുകൂടെ ഒപ്രസ്ഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ കുറേ വി ആർ കമ്മിങ് ഔട്ട്. ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതുപോലെ അവയർനെസ്, സ്ത്രീകൾക്ക് അവയർനെസ് വന്നു കഴിഞ്ഞു. ഐ ആം നോട്ട് സപ്പോസ് ടു ബി അണ്ടർ ഓപ്പറേഷൻ എന്ന് ഫീലിംഗ് വരുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ട്, എത്തിയിരിക്കും. ഈ ഒരു സ്റ്റേജിലും സ്റ്റിൽ ദർ ഇസ് എ ലോങ് വേ ടു ഗോ. ഇപ്പം നമ്മളൊരു ഫിസിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ കൂടിയും മെൻ്റലി വി ആർ സ്റ്റിൽ ഓൺ ദ തടവറയിൽ തന്നെയാണ്. കാര്യം നമ്മൾ പറയത്തില്ലേ, ഒരു ആനയെ നമ്മൾ മെരിക്കുന്നത് കുട്ടിയായിരിക്കുമ്പം ചങ്ങലയിടും. ചങ്ങലയിട്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആ ആന ആ ചങ്ങലയുടെ ആ മുറിവിലും ആ ഒരു പ്രഷറിൽ നിൽക്കുന്ന കാരണം ഇത് വലുതായാലും ഇതിനെ റിലീസ് ചെയ്ത് ഓടിപ്പോവുകയല്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ സ്ത്രീകളുടെ ഇവല്യൂഷനിൽ, ഈ വളർച്ചയിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അവസ്ഥയല്ല. ഇപ്പം പീപ്പിൾ ആർ കമ്മിങ് ഔട്ട് ആൻഡ് ദേ ആർ മോർ അവർ. നമ്മുടെ സോഷ്യൽ മീഡിയ കാരണം, സോഷ്യൽ മീഡിയ എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്നെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. സോഷ്യൽ മീഡിയ കാരണം വി നോ വേർ ഈസ് അവർ, നമ്മുടെ ബൗണ്ടറി എത്രമാത്രം ഉണ്ടെന്നും, ബൗണ്ടറി ഇറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ബൗണ്ടറി ആയാലും ഫിസിക്കൽ ബൗണ്ടറി ആയാലും ഇമോഷണൽ ബൗണ്ടറി ആയാലും ദാറ്റ് ഈസ് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് സ്ത്രീകളുടെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂവി. ഹൗ യു ക്യാൻ ഗോ ഔട്ട് ഓഫ് ഈ ബബിളിൽ നിന്നും, ഈ ഒരു ബൗണ്ടറിയിൽ നിന്നും മാറി ലൈഫ് പർപ്പസിലേക്ക് മൂവ് ചെയ്യണമെന്നും അത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇഫ് ബിന്ദു എന്ന കഥാപാത്രത്തിന് ആകാമെങ്കിൽ വൈ കാണ്ട് യു, വൈ കാണ്ട് ഐ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ സിനിമയുടെ മൂവിയുടെ മെസ്സേജ്. അതായത് പേര് പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് വ്യക്തമായിട്ട്. മാം ഇപ്പോൾ ഈ പറയുന്നത് പോലെ സ്ത്രീകൾ അറിയാതെയാണെങ്കിലും ഈ ചങ്ങലയ്ക്കുള്ളിലാണ് അല്ലെങ്കിൽ ഒരു ബന്ധനസ്ഥയായിട്ട്, അത് ലോങ് ടേം ഒരു സ്ലേവറി കിടന്നതിന്റെ പ്രശ്നമാണ്. നമുക്കൊരു ഫ്രീഡം കിട്ടിയാലും
അതെടുക്കാനൊരു സൈക്കോളജിക്കൽ ഒരു ഒരു ഇനേഷ്യ അവിടെ ബാക്കി കിടക്കുന്നു. ഇപ്പം നമ്മുടെ നെഞ്ചിന് കുറുകെ പൂണുനൂല് കിടക്കുന്നു എന്നൊരു ഡയലോഗ് പറയുന്ന പോലെ നമ്മുടെ ആ നെഞ്ചിന് കുറുകെ കിടക്കുന്ന ഒരു ചങ്ങല ഷുഡ് ബി, അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ പാടില്ല. പക്ഷേ സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, കൾച്ചറൽ പ്രോബ്ലംസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമ്മുടെ ആ കൾച്ചറിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ദിസ് ഇസ് മൈ ബോഡി, ദിസ് ഇസ് മൈ ഡ്രസ്, ഐ ക്യാൻ വെയർ ലൈക്ക് ദറ്റ് എന്നൊക്കെ പറയുന്ന യുവതലമുറ വരുന്നെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമുക്ക് എക്സ്റ്റേണൽ ഒരു ഫ്രീഡം അല്ല വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ഫ്രം ദി ബേസിക് ലെവൽ. നമ്മുടെ ഇൻസൈഡിലെ ആ ചങ്ങല മുറിക്കാതെ നമ്മൾ ഈ പ്രഹസനം ഒന്നും കാണിച്ചിട്ട് ഐ ക്യാൻ വെയർ എനിത്തിങ്, ഐ ക്യാൻ മൂവ് എനിവെയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ യു ഷുഡ് ഹാവ് ആക്ച്വലി എഡ്യൂക്കേഷൻ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ കൊടുക്കുന്നില്ല. സ്ത്രീയും പുരുഷനും ബോയ് ആൻഡ് ഗേൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. വൈ ദർ ഷുഡ് ബി എ ജെൻഡർ ഡിഫറൻസ്? ആ ജെൻഡർ ഡിഫറൻസിൻ്റെ ആവശ്യം എന്താണ്? ശരിക്കുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജെൻഡർ ഈ സെപ്പറേറ്റ് ഇരുത്തേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് പേരൻസ് തന്നെ ദെയർ ഇന്നെ എന്തുവാണ് ഒരു സ്ലേവറിയിലാണ്. ഒരു സ്ത്രീക്ക് ഒരമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ലോകത്തുള്ള ഒരു സ്ലേവറി ഉണ്ട്, പുരുഷനുമുണ്ട്. സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, ഒരു സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളാണ് പുരുഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ്, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടുപേർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. വൈ യു ആർ ടൈങ് യുവർ സെൽഫ്? രണ്ടും കൂടെ ഇങ്ങനെ നമ്മൾ വിവാഹത്തിന് ഇങ്ങനെ ഇത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കല്യാണത്തിൽ ഈ സാരിയുടെ തുമ്പും മുണ്ടിൻ്റെ തുമ്പും കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിടേണ്ട ആവശ്യം എന്താണ്? യു ആർ ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ. Man and woman both are independent. If you are living together, make it as a good music. മാം ഈ പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമ. മാം ആണെങ്കിൽ ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പല വേരിയേഷനിലുള്ള ജോലികൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളിൽ ഒട്ടുമിക്കതും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കാര്യം കിട്ടുമെന്ന് പറയുമ്പോൾ മാമിൻ്റെ സിനിമയിലൂടെ മാം എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൂടുതലും എക്സ്റ്റേണൽ സംസാരമാണ് ഉണ്ടാകുന്നത്. ആ എക്സ്റ്റേണൽ സംസാരം കൊണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാം, നമുക്ക് സ്ത്രീകൾക്ക് മരത്തിൽ കയറാം, സ്ത്രീകൾക്ക് പ്ലെയിൻ ഓടിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ആ സ്ലേവറി ഈസ് സ്റ്റിൽ ലൈങ് ഓവർ ദർ. ഒരു സ്ത്രീ എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ വരുന്നതിൽ എന്തുകൊണ്ട് ലിമിറ്റ്, അല്ലെങ്കിൽ ഒരു മാരേജ് കൊണ്ട് എന്തുകൊണ്ട് നിന്ന് പോകുന്നു? ഈ മാരേജ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കൊരു പാർട്ട്ണർ ഉണ്ടായേ തീരൂ, ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു മോചനമില്ല. മീൻസ് വി ആർ ട്രാപ്ഡ് സംവെയർ. ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു ട്രാപ്പിൽ നിന്ന് ഫാമിലി യൂണിറ്റിലേക്ക് വന്ന് ആ ട്രാപ്പിൽ നിന്ന് വീണ്ടും സോഷ്യൽ സ്റ്റിഗ്മയിൽ ആ ട്രാപ്പിൽ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ നമ്മൾ ആ ഒരു 25 വയസ്സായ കുഞ്ഞുങ്ങളെ നമ്മൾ വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയുടെ യാത്ര ഇത് തന്നെയാണ്. ഈ ടോട്ടലി ഇങ്ങനെയുള്ള ഒരു ചുഴിയിൽപ്പെട്ട അവസ്ഥയിൽ സ്ത്രീകൾ പോവുകയാണ്. അവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി അല്ലാതെ എത്ര പേര് വന്നു? എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇന്ദിരാഗാന്ധി വരുന്നില്ല? പ്രിയദർശിനിമാർ എന്തുകൊണ്ട് വരുന്നില്ല പുറത്തോട്ട്? അപ്പം ഇത് ഒരുപാട് സിനിമകൾ വന്നെങ്കിൽ ഞാൻ കാണുന്നത് ഒരു മെൻ്റൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ബേസിക് ലെവലിൽ നിന്നുള്ള ഒരു ബ്രേക്കേജ് നടക്കുന്നില്ല. ഓക്കെ, അവസാനം ഫൈനലി ദ ദ ലേഡി ഈസ് ഗോയിങ് ബിലോങ് വിത്ത് ദ ഹീറോ. അതിനുള്ളൊരു യാത്രയാണ്. അല്ലെങ്കിൽ ഒരു ഫൈനൽ വാറ് ചെന്ന് എത്തുന്നത് സ്ത്രീക്ക് ഒരു പുരുഷനെ കിട്ടാൻ വേണ്ടിയുള്ളൊരു വാറ്. മഹാഭാരതത്തിൽ നടന്ന പോലെ വേറൊരു വാറ് പോലെയാണ് ഇത് കൊണ്ടെത്തിയത്. ഈ സ്ത്രീയുടെ ഫ്രീഡം എവിടെയാണ്? ആ ബൗണ്ടറി എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ അവയർനെസ് ഫസ്റ്റ് കൊടുക്കണം. പിന്നെ എഡ്യൂക്കേഷനിൽ കൂടി മാത്രമേ ഇതിനകത്തിപ്പോൾ ഈ സ്ത്രീ ബിന്ദു എന്നുള്ള കഥാപാത്രം തൊഴിലുറപ്പ് കഥാപാത്രമായിട്ട് പോകുന്നെങ്കിലും ലൈഫിൽ പല ചേഞ്ചസും വന്ന് തിരിച്ചു വന്ന് അവളുടെ കൂട്ടുകാരികൾ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അവർക്ക് പിന്നെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവരെ ഒരുക്കുവാണ്. അപ്പം നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻകം വേണമെന്നും നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയരുതെന്ന് പറയുന്ന ഒരു മെസ്സേജ് മാത്രമല്ല, ലീവ് ലൈക്ക് ദാറ്റ്. മാം ഇപ്പൊ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ഒരു സിനിമ, ബിന്ദു എന്ന് പറയുന്ന കഥാപാത്രം ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയിൽ നിന്ന് ഉള്ള ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു യാത്ര. അപ്പോ നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ രചയിതാവും മാം തന്നെ ആയതുകൊണ്ട് ചോദിക്കാം, എവിടെ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു കഥയ്ക്ക്?
ഇൻസ്പിറേഷൻ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഒരു റെബലിയസ് ക്യാരക്ടറാണ്. കാര്യം എൻ്റെ വീട്ടിലെ ബ്ലാക്ക് ഷീപ്പ് ഞാൻ തന്നെയായിരുന്നു. ഗോൾഡൻ ചൈൽഡ് എൻ്റെ സിസ്റ്ററും. അപ്പോൾ ഗോൾഡൻ ചൈൽഡിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഞാനൊരു ബ്ലാക്ക് ഷീപ്പാണ്. കാര്യം ഞാൻ ഈ നോംസിൽ നിന്നും എന്തുകൊണ്ട് ഇങ്ങനെ, വൈ ഐ കനോട്ട് ഹാവ് ദാറ്റ്, അവർക്കുള്ള ഫ്രീഡം എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാ എന്ന് പറയുമ്പോൾ യു ആർ എ വുമൺ, യു ആർ എ ലേഡി, വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ്. എൻ്റെ വീട്ടിൽ അത്രയും ഇല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ ബ്ലാക്ക് ഷീപ്പ് ഗോൾഡൻ ചൈൽഡിൻ്റെ ഒരു ഫൈറ്റിലുണ്ട്. അപ്പം കുഞ്ഞുനാൾ മുതലേ ഞാൻ റെബലിയസ് ആണ്. പിന്നെ ഞാൻ കൂടുതൽ സമയം ഈ തൊഴിലാളികളുടെ കൂടെ, മീൻസ് വയലിൽ പണിയുന്നവരുടെ കൂടെയും, അന്ന് കൃഷിയൊക്കെ ഉണ്ടോ, മറ്റുള്ളവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചുമ്മാ പോയിരുന്ന് കേൾക്കുക. അന്ന് എനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനല്ല, ഒരു സ്ത്രീ ഇങ്ങനല്ല എന്നെനിക്കൊന്ന് ബോധ്യം അന്ന് മുതലേ ഉണ്ട്. എൻ്റെ വിവാഹത്തോടു കൂടിയും വീണ്ടും ആ ഫാമിലി, എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു റെസ്ട്രിക്ഷനിൽ നിന്ന് വേറൊരു റെസ്ട്രിക്ഷനിലേക്കാണ് പോകുന്നത്. ആരും നമുക്ക് റെസ്ട്രിക്ഷൻ തരുന്നതല്ല, പക്ഷേ സൊസൈറ്റിയിലെ നോംസ് അനുസരിച്ച് ടു ബി ഫിറ്റിൻ, ആ ഒരു ഇതിനകത്ത് ഫിറ്റിൻ ആവുകയും ഈ കുലസ്ത്രീ പട്ടത്തിൽ നിൽക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ. ഞാൻ കുലസ്ത്രീ പട്ടം മോശമാണെന്നല്ല പറയുന്നത്, ബട്ട് ആരോപിക്കപ്പെടുന്ന കുറേ നോംസ് നമ്മൾ ചെയ്യാൻ തയ്യാറാകപ്പെടുകയാണ്. മീൻസ് അവിടുന്ന് ഒരു ബ്രേക്ക് പറ്റുന്നില്ല. പറ്റിയാലും എക്സ്റ്റേണലി അത് വിസിബിൾ അല്ല. നമ്മൾ മൈൻഡിൽ കുറേ ചേഞ്ചസ് നടക്കുന്നെങ്കിലും ഫിസിക്കലി അത് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട്. യു ആർ ഓൺലി മെൻ ഫോർ ടു ക്യാരി ഒരു ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മെഷീനായിട്ടൊരു സ്ത്രീ മാറുക. കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞ് അവരെ ഒരു 25 വയസ്സായാലും പിന്നെയും വളർത്തിക്കൊണ്ടിരിക്കുക. അവരുടെ കുടുംബത്തെയും അവരുടെ കൊച്ചുങ്ങളെയും വളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ഈ സ്ത്രീ ഇങ്ങനെ പോയിക്കൊണ്ട് ഫൈനലി അവരെവിടെ എൻ്റെ പിൻവൃത്ത സാധനം നോബഡി ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ്. മേ ബി ഇത് ഹസ്ബൻഡ് നേരത്തെ പോകും, ഉണ്ടെങ്കിൽ തന്നെയും ഹീസ് ഓൾസോ പിന്നെ ഒരു ഡോർമെൻസിലോട്ട് പോകും. പിന്നെ ഈ കുഞ്ഞുങ്ങൾ അവസാനം ഫൈനലി കൊണ്ടുവന്ന് യൂട്ടിലിറ്റി കഴിഞ്ഞാൽ ഒരു സാധനത്തെ ഉപേക്ഷിക്കപ്പെടുന്നോ നമ്മുടെ നാട്ടിൽ ഇത് തന്നെ നടക്കുന്നത്, വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടിടുക. സോ വൈ അവളുടെ ഗ്രോത്ത് എന്തിനായിരുന്നു? വൈ ഇത്രയും നല്ലൊരു വേൾഡിലേക്ക് എന്തുകൊണ്ട് വൈ ഷി ടുക്ക് എ ബർത്ത്? പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴും അമ്മയാകുന്നു, ഭാര്യയാകുന്നു എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് പുരുഷനും ഇതേ രീതിയിലുള്ള ഒരു യാത്രയല്ലേ. ഇപ്പൊ മകനാകുന്നു, പിന്നീട് അച്ഛനാകുന്നു, ഭർത്താവാകുന്നു, അതൊക്കെ പുരുഷനും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നില്ലേ? പോകുന്നു. പക്ഷേ പുരുഷന് കുറച്ചുകൂടെ പ്രിവിലേജസ് ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ജോലിക്ക്, ഒരു പർട്ടിക്കുലർ ടീച്ചിങ് ജോബിന് ഒരു മെയിലും ഫീമെയിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഈ രണ്ടുപേർക്കും ഒരേ ക്വാളിഫിക്കേഷനാണ്. ഈ മെയിലിനെ എടുക്കത്തുള്ളൂ. കാര്യം ഇവർക്ക് കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും, പിന്നെ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് അവധിയെടുക്കും, പിന്നെ കുഞ്ഞുങ്ങളുടെ പനി, മീൻസ് എല്ലാം സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടത് ഒരു സ്ത്രീയാണ്. അതാണ് ലേബിൾസ്. അപ്പം എവിടെ ചെന്നാലും പുരുഷനും അനുഭവിക്കുന്നത്. കാര്യം ആക്ച്വലി പുരുഷൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പെക്റ്റേഷൻ. ഭാര്യയെ പുലർത്തേണ്ടതും അല്ലെ കുടുംബത്തെ പുലർത്തേണ്ടതും പുരുഷനാണെന്നുള്ള ഒരു സ്റ്റിഗ്മ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ സെൻസർ ബോർഡിലൊക്കെ അതൊക്കെ കൊടുക്കുന്നത്. എൻ്റെ വീട്ടിലെ ഏറ്റവും ഏക വരുമാനമായി എൻ്റെ ഭർത്താവ് മരിച്ചു. ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ഫുൾ അഡൽട്ടായ ഒരു ലേഡിയാണ് പറയുന്നത്, ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗ്ഗമില്ലായിരുന്നു, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തെരുവില്ലായി. വായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സ്ത്രീക്ക്. വീട്ടുജോലി ഇപ്പം ഒരു ടീച്ചറിന് കിട്ടുന്ന, ഒരു പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുന്ന ടീച്ചറിന് ജോലി കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതലാണ് ഒരു ഹൗസിൽ മെയ്ഡിന് കിട്ടുന്നത്. ഈവൻ ഐ ആം ഗിവിങ് ലൈക്ക് ദാറ്റ്. ഒരു മെയ്ഡിന് കൊടുക്കുന്നത് ഈ ടീച്ചർ ജോബിന് കിട്ടുന്ന ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഒരു വുമണിന് കിട്ടുന്ന, ഒരു സ്ത്രീക്ക് കിട്ടുന്ന, ഒരു ടീച്ചറിന് കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതലാണ് മെയ്ഡിന് ഇപ്പം കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് ജോലി കണ്ടെത്തിക്കൂടാ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സ്ത്രീക്കും പുരുഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആവണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി പറയുമ്പോഴും വൈ അത്രയും ഒരു ബർഡൻ അയാളുടെ നിലയിൽ വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ ഈ പ്രോബ്ലം. നമ്മൾ ഒരു ഫാമിലി യൂണിറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ബോത്ത് ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് റെസ്പോൺസിബിൾ ആണെങ്കിൽ വൺസ് ഇറ്റ് ഈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഷുഡ് സ്പ്ലിറ്റ് അപ്പ്. നമ്മൾ സ്പ്ലിറ്റപ്പ് ആവുന്നില്ലല്ലോ. ഈ ഡിവോഴ്സ് സ്റ്റിഗ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് നടന്ന് അത് തന്നെ ഒരു ട്രോമയിലേക്ക് പോവുകയാണ്. സൊസൈറ്റിയുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ സ്ത്രീകളാണ് മാറി ചിന്തിക്കേണ്ടത് എന്നാണ് മാം പറഞ്ഞത്. കാര്യം നോബഡി ഈസ് ഗോയിങ് കൊണ്ടുവന്ന് നമുക്ക് പൊതിഞ്ഞാലും തരത്തില്ല. വി ഹാവ് ടു ഫൈൻഡ് അവർ വേ. ഒരു ബ്രേക്കിംഗ് പോയിന്റ് കണ്ടെത്തേണ്ടതും, അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ ലൈഫ്, വാട്ട് ഐ ആം മെൻ ഫോർ. ഞാനൊരു അടുക്കളപ്പണി ഇസ് സ്ലേവറി. വൈ ഇതിനു വേണ്ടി വൈ യു കനോട്ട് മേക്ക് ഫുഡ്? ഇഫ് ഐ ആം മേക്കിംഗ് ഫുഡ്, വൈ ഹീ കനോട്ട് മേക്ക് ദി ഫുഡ്? ഇഫ് ഐ ക്യാൻ ഫീഡ് മൈ ചൈൽഡ്, the child is the responsibility of both the genders. Why he cannot feed?
അപ്പം നമ്മളിങ്ങനെ സ്ത്രീകളിങ്ങനെ സ്ത്രീ പട്ടത്തിൽ ഞാനാണ് വിളക്ക് കുടുംബ വിളക്കായിട്ട് നിൽക്കുന്നത്. എൻ്റെ കുടുംബ വിളക്ക് പോത്തിച്ചിട്ട് ഒന്നിലത് ഒന്നിച്ച് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതിന് പോകാതിരിക്കുക. എന്തെല്ലാം ലോകത്ത് ചെയ്യണം നമ്മളിപ്പോൾ. എന്തെല്ലാം ഈ ലോകത്തുള്ള ഓരോ പ്രയാസങ്ങൾ, നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ഇൻവോൾവ് ചെയ്യുമ്പം ഇത്രയും പ്രശ്നങ്ങളോട് ഇടയ്ക്കാണോ ഞാൻ വീട്ടിലടച്ചിരുന്ന് മുറ്റവും വൃത്തിയാക്കി വിളക്കും കത്തിച്ച് തിരിയും കത്തിച്ച് ഞാനിങ്ങനെ വീട്ടിനകത്തിരുന്ന് എൻ്റെ കുടുംബത്തെ ഓവർ നറിഷ്ഡായിട്ട് ഒരു കുടുംബത്തെ വീണ്ടും നറിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്നിട്ട് ഇപ്പോൾ കുട്ടികളെ എവിടെ ജിമ്മിലേക്കാണ് വിട്ടുന്നത്, ഓവർ നറിഷ്ഡാണ്. പക്ഷേ നമ്മളെ തൊട്ടപ്പുറത്തും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെയും കിടന്നുറങ്ങുന്നവരും, ഡ്രഗ്സ് കഴിച്ച് കിടക്കുന്നവരും, പിന്നെ കൈയും കാലും ഇല്ലാത്തതും കണ്ണുകുട്ടിയവരും, ഇങ്ങനെ ഒരു സമൂഹം നമ്മുടെ ഇപ്പുറത്ത് ഒരു നിരയിൽ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ വളരെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എവിടെ തുടങ്ങും? ഈ കുടുംബങ്ങളിൽ കുടുംബ യൂണിറ്റുകളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഫുള്ളി ഒരു ബൗണ്ടറി, ഒരു വേലി കെട്ടിയിട്ട് അതിനുള്ളിൽ കഴിയുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു തലമുറ ഉണ്ടാവുന്നത് കൊണ്ടല്ലേ. അതുണ്ടാവണമെങ്കിൽ എവിടെ നിന്ന്? സ്ത്രീയിൽ നിന്ന് തന്നെ തുടങ്ങും. സ്ത്രീ അമ്മയാണ്, പ്രകൃതിയാണ്, എല്ലാമാണ്. പക്ഷെ സ്ത്രീയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ഈ പറഞ്ഞു വരുന്ന ഒരു ആശയം. അത് മാം പറയുന്ന അത്രത്തോളം ആഴത്തിൽ ജനങ്ങൾക്കുള്ളിലേക്ക്, പ്രേക്ഷകർക്കുള്ളിലേക്ക് വരണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. നമ്മളത് എങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നു എന്നത് കൂടെ ഉണ്ട്. കാരണം ഇത് ചെറിയൊരു വിഷയമല്ല. ഇത്രയും കാലമായിട്ടും ആർക്കും മനസ്സിലാകാത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാം പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലൂടെ മാം അവതരിപ്പിക്കുന്നത്? ഈ സിനിമയിലൂടെ എനിക്ക് ഒരു ലിമിറ്റ് വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആക്ച്വലി ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ലെവൽ, കുട്ടികളെ നഴ്സറി കൊണ്ടാക്കുന്ന ആ ലെവല് തൊട്ടും പേരൻസിന് അവയർനെസ് കൊടുക്കേണ്ട അവസ്ഥ തൊട്ടാണ് ഈ സിനിമയിൽ ഞാൻ ഹാൻഡിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ ഈ സോഷ്യൽ സമൂഹത്തിലെ സ്റ്റിഗ്മയിൽ നിന്നുകൊണ്ട് ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭാര്യയായിട്ട് എക്സിബിറ്റ് ചെയ്ത് ഇങ്ങനെ ഞാൻ നിൽക്കേണ്ടതാണെന്നും അതവൾ നിൽക്കുമായിരുന്നു. അവൾ ഇപ്പോൾ ഒരു കാക്ക പിന്നെ മയിൽപ്പീലിയുടെ ഒരു പീലി എടുത്ത് പുറത്ത് വെച്ചിട്ട്, ഇപ്പോൾ പിന്നെ നല്ലൊരു കഥ കേട്ടതാണ്. കാക്ക നടന്നു പോകുമ്പോൾ ഒരു മയിൽപ്പീലി തുമ്പ് കിട്ടി. അതിൻ്റെ നല്ല കളർഫുള്ളായിട്ട് അറിയാലോ, മഴവില്ല് പോലെ ഇരിക്കുന്നത്. ഈ മയിൽപ്പീലി എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ചിറവിൽ കുത്തി വെച്ചു. അപ്പോൾ ഈ കാക്കയുടെ വിചാരം ഞാൻ മയിലായിന്നാണ്. പിന്നെ അതിൻ്റെ ചേഷ്ടകളും മൂവ്മെൻറ്റും എല്ലാവരും മയിലിൻ്റെ സ്റ്റൈലാണ്. അതാണ് ഒരു കുലസ്ത്രീ പട്ടത്തിലേക്ക് പോയ ബിന്ദുവിനും തോന്നിയത്. ബിന്ദുവിൻ്റെ ഒരു ഷാജി എന്നുള്ളൊരു ഒരു വലയത്തിൽ നിന്നുകൊണ്ട് ഷാജി എൻ്റേതാണോ, ഞാൻ ഷാജിയുടേതാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം നോക്കുന്നത് ഞങ്ങളെ അസൂയോട് നോക്കുന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അത്ര എളുപ്പമല്ല. അപ്പോൾ ഷീ വോണ്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് സ്റ്റിഗ്മ. ഞാൻ ഭയങ്കര അട്രാക്റ്റീവാണ്, ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, എന്നെ കഴിഞ്ഞിട്ട് വേറൊരു ലോകം ഷാജിക്കില്ല. ഈ ഒരു ഇതിൽ കൊണ്ടുപോകാൻ അവൾ കുറേ നേരം ദൂരം പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴായിട്ട് ബ്രേക്ക് വരുന്നത്. ഇത് അവളൊരു ഫാൾസ് ബബിളിലായിരുന്നു എന്ന് തോന്നുന്ന ബ്രേക്കിംഗ് പോയിന്റിലാണ് അവൾ ഇത് പിന്നെ ഒരു നാച്ചുറൽ വേയിലൊക്കെ ചെയ്യാവുന്നതൊക്കെ അവൾ ചെയ്യും. അതിൽ തിരിച്ചു കൊണ്ടുവരാം ഒക്കാത്തൊരു ബ്രേക്കിംഗ് പോയിന്റിലാണ് അവൾക്ക് മനസ്സിലാവുന്നത്. എൻ്റെ എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഇതല്ല. ഞാനൊരു വ്യക്തിയാണ്, എല്ലാ ഐഡൻറ്റിറ്റിയും ഉള്ളൊരു വ്യക്തി. മറ്റേ ഷാജി എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത്. കുറേ കൂട്ടുകാരികളുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്ത് ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് ഓവറായിട്ട് അവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്ത് ഞങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചേഷ്ടകളൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൾക്കൊരു ബ്രേക്ക് ഡൗൺ. ഇത് എല്ലാവരുടെ മുമ്പിൽ അവളുടെ ഐഡൻറ്റിറ്റി, അവളുടെ മാസ്ക് മാറ്റപ്പെടുകയാണ്. അപ്പോഴാണ് അവളുടെ വ്യക്തമായിട്ട് ഞാൻ ഇത്രയും വൾനറബിളായിട്ടൊരു ക്യാരക്ടർ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുള്ള ഈഗോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായി. ആ ഈഗോ ബ്രേക്കിൽ നിന്ന് ശരിക്കും ബ്രേക്ക് ഡൗൺ ആണ് നടക്കേണ്ടത്. അവർ ടോട്ടലി തീരേണ്ടതാണ്. പക്ഷേ ഷീ ഈസ് കമ്മിങ് ഔട്ട് ഗ്രാജുവലി. വൺസ് ഷീ ഈസ് കമ്മിങ് ഔട്ട്, അവൾ തിരിച്ച് വന്നിട്ട് ഒരു സാമൂഹ്യ നന്മയ്ക്കായിട്ട് മാറുന്നത് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന. അവളിപ്പോൾ ഈ പറഞ്ഞ തൊഴിലുറപ്പ് ഒരു ബൗണ്ടറി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു റേഞ്ചുണ്ട്. അവളുടെ റേഞ്ചിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൾ ചെയ്യുകയാണ്. അവളുടെ മറ്റ് പഴയ കൂട്ടുകാരികളെ കൊണ്ടുവന്നു, പിന്നെ അവർക്ക് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കുന്ന ഒരു സോഴ്സസ് കണ്ടെത്തുന്നു, ഒരു വഴിയിൽ കിട്ടിയ ഒരു കുഞ്ഞിന് അമ്മയാകുന്നു, വൃദ്ധസദനങ്ങളിൽ ഒരു വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൾ ആക്ച്വലി അവൾക്ക് പണ്ടും വലിയ ഒരു സ്കില്ലുണ്ടായിരുന്നു. അവളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു, ഒരു ഫാഷൻ ഡിസൈനറായിട്ട് മാറും. നമ്മളെല്ലാവരും വലിയൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് നമ്മൾ അവിടെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഒരു നോർമൽ ജോലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വി നീഡ് സംതിങ് ടു ഫീഡ്. നമുക്കൊരു ഡെയിലി ബ്രെഡ് ആവശ്യമാണ്. ബട്ട്
സം സ്കിൽ, ഒരു ആർട്ട് മാത്രമേ നമ്മളെ ലിബറേറ്റ് ചെയ്യൂ. അപ്പം ഷീ ഈസ് കമ്മിങ് ഔട്ട്. അവളുടെ ഉണ്ടാക്കുന്ന ആ സ്കില്ലിനെ അവൾ ഡെവലപ്പ് ചെയ്തും അവിടെ ഒരു ഹയർ സ്റ്റേജിലോട്ട് എത്തുകയും അതിൻ്റെ പൈസ, അതിന് കിട്ടുന്ന ഇൻകം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആക്കിയിട്ട് അത് മറ്റ് സാമൂഹ്യ നന്മയ്ക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ എൻഡ് എത്തുന്നത്. അപ്പോൾ ബിന്ദുവിനെ പോലെ ഒരു ക്യാരക്ടറിന് അവിടെ എത്താമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട്, മറ്റ് സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? പുരുഷനെ ഞാൻ ഇല്ലാത്ത പിന്നെ ഇത് വിക്ടിമൈസ് ചെയ്യുന്നില്ല, പക്ഷേ അവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കണം. നോബഡി ഈസ് പിന്നെ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പം അത് മൈൻഡിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്. ആരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റു കഥാപാത്രം? മറ്റു ബിന്ദുവിൻ്റെ ക്യാരക്ടർ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സന്തോഷ് കീഴായിട്ടൊരാണ് ഷാജി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് അല്ല, ആക്ച്വലി അവർ ഒന്നിച്ച് പുറത്തങ്ങ് ജീവിക്കുക. ഇപ്പോഴത്തെ ലിവിങ് ടുഗദറിൻ്റെ ഒരു ഗ്രാമീണ വേഷനാണല്ലോ ഒന്നിച്ച് പൊറുക്കുക എന്നുള്ളത്. പക്ഷേ രജിസ്ട്രേഷൻ ഒന്നുമില്ല. ഞാനിന്ന് എൻ്റെ ഭാര്യയായിക്കൊള്ളാം, ഭർത്താവായിക്കൊള്ളാമെന്നും പറഞ്ഞ് കുറച്ച് നാൾ ഒന്നിച്ച് ജീവിക്കുകയും ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെയും സമൂഹത്തിൻ്റെ ഒരു ഇതില്ലാത്തതുകൊണ്ടെന്തോ സിഗ്നേച്ചർ ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് എപ്പം വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു നെഗറ്റീവ് സൈഡ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഷാജി പോകുന്നത്. പിന്നെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന നമ്മുടെ രാജേഷ് ഹെബ്ബാർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി സാധാരണ ലൈഫിൽ നിന്നുള്ളവരെയാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന എഴുതുമ്പോഴേ എനിക്ക് ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം. ഒരു ചുള്ളൻ കഥാപാത്രം, സ്നേഹം നടിച്ചിട്ട് ചീറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ, അതാണ് ഷാജിയുടെ ഒരു ക്യാരക്ടർ വന്നേക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ പിന്നെ ആദ്യമേ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ മൈൻഡിൽ നമ്മുടെ തിരശ്ശീലയിൽ നമ്മൾ കാണുമല്ലോ, കണ്ടപ്പം എനിക്കിവരെ തന്നെയാണ് സെലക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കണമല്ലോ, അപ്പോൾ എൻ്റെ ബഡ്ജറ്റിലും എൻ്റെ റീച്ചബിൾ ഇതിൽ നിന്നും കൊണ്ട് ഞാൻ മാക്സിമം ചെയ്തു. വിചാരിച്ച പോലെ പാട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? അതും മാം തന്നെയാണ്? ലിറിക്സ് എല്ലാം ഞാൻ തന്നെയാണ് എഴുതിയത്. പാട്ടുകളെ ഞാൻ ഓരോ മ്യൂസീഷ്യൻ്റെയും കൂടെ പോയിരുന്നു. എനിക്കിതാണ് വേണ്ടി എന്നുള്ള രീതിയിൽ അവരുടെ മ്യൂസിക്കിൻ്റെ കൂടെ ഇരിക്കും. അവരത് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തുന്നവരെ എനിക്ക് അവരോട് ഇരിക്കും. അവരതുപോലെ കോപ്പറേറ്റ് ചെയ്യും. എല്ലാവരും കോപ്പറേറ്റ് ഇല്ല, ചിലർ പറയും മടുത്തു പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എനിക്ക് കുറച്ച് നിർബന്ധങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇച്ചിരി കുറച്ച് പാടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുകയും ചിലർക്ക് ഓവർ എക്സ്ട്രാ മൈൽ എൻ്റെ കൂടെ വന്നു, മീൻസ് ദേ വെർ ഡൂയിങ് ഇറ്റ് വെരി സിൻസിയർലി. ചിലർക്കൊക്കെ ഇറിറ്റേഷൻ വരുമെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ ആ സോങ്ങിലേക്ക് എത്തി. അപ്പോൾ മാമിനോട് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മാമിന് എന്തായിരിക്കും മറുപടി പറയാനുള്ളത്? ആക്ച്വലി ഇതിനേക്കാൾ ഇപ്പോൾ ഒരു ഫിലിം ആയതുകൊണ്ട്, ഒരു മൂവി ഇത്രയും എടുത്തത് കൊണ്ട് നമുക്ക് തോന്നും പിന്നെ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഒരു സ്ത്രീ ഇതിനേക്കാൾ കിച്ചണിലും ഒരു കുടുംബത്തിലും ചെയ്യുന്നുണ്ട്. മൾട്ടി ടാസ്ക്കാണ് ചെയ്യുന്നത്. ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്തി അതിനെ കൊണ്ടൊരു ജോലിയാക്കി അതിൻ്റെ കുഞ്ഞുങ്ങളെയും വളർത്തി ഈ കുടുംബത്തിലെ എല്ലാ ഇതും ചെയ്യുന്നു. ഞാൻ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ പണ്ട് മുതലേ തീർക്കും. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി തീർന്നു നോക്കിയിട്ട് ഉറങ്ങുന്ന ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് ഓർക്കും വരില്ല. അപ്പോൾ ഇതെനിക്ക് ടാസ്ക് ഒത്തിരി ഒന്നിച്ച് വന്നെങ്കിൽ എനിക്ക് അറിയാൻ വയ്യാത്ത പല മേഖലകളും, ലൈറ്റ് യൂണിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്യാമറ യൂണിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ബാക്കി അവർക്ക് ഫുഡ്, ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു അറ്റ് എ ടൈം. കാര്യം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ദാറ്റ് വാസ് എ ബിഗ് ടാസ്ക്. പക്ഷേ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഫീൽ അക്കംപ്ലിഷ്ഡ്, സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം അത്രയും ചെയ്യുക എന്നുള്ളതും ഇത് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാം. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിലെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. എന്നാണ് നമ്മുടെ പടം ഇറങ്ങാൻ? 26 ജൂണിലാണ് റിലീസ് ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പോൾ ഈ വരുന്ന പ്രേക്ഷകരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഇത് കാണണം എന്നുള്ളതൊക്കെ ഏതൊരു സിനിമയിൽ പ്രൊമോഷനിലും നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ അതിനുപരി ഈ സിനിമ കാണുന്നത് കൊണ്ട് അവർക്ക് എന്തായിരിക്കും ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? അത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഇമോഷണൽ എന്താ പറയുന്നത്, അതിനൊരു കറക്റ്റ് വേർഡില്ല, ഇമോഷണലി നമ്മൾ എങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തും. ഫിനാൻഷ്യലി സ്റ്റേബിൾ നമ്മൾ പറയുന്ന പോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എത്താൻ വേണ്ടി നമ്മുടേതായ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ നമ്മൾ എത്തുകയുള്ളൂ. നമുക്ക് ഡ്രീം ചെയ്യാം, എന്ത് വേണമെങ്കിലും ഡ്രീം ചെയ്യാം. ദാറ്റ് ഈസ് ഡ്രീം. പക്ഷേ ഡ്രീം 2-3 കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് നിന്നു പോകുന്ന അവസ്ഥയിലല്ല. ഈ ഫിനിഷ് ത്രൂ ഇറ്റ്, സീ ദ ജേണി. ആ ഒരു ജേണിയിലോട്ട് തീർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓക്കെ നമുക്കത് അക്കംപ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു. ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഏത് ഫീൽഡിലും, ഇപ്പം ഞാനിപ്പോൾ സിനിമ മാത്രമൊന്നുമല്ല,
നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീക്ക് ഉള്ള മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ എൻഡുറൻസ് പുരുഷനില്ല. ഇപ്പോൾ നമ്മൾ ടാറ്റു ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോഴും ആണുങ്ങളിടന്ന് സ്ത്രീകൾ ഈസി ആയിട്ട് ടാറ്റു ചെയ്തിട്ട് ഇറങ്ങി പോകും, ആണുങ്ങൾ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. ബിക്കോസ് ഒരു പേഷ്യൻസും അത് സഹിക്കാനുള്ള എൻഡുറൻസ് എപ്പോഴും സ്ത്രീകൾക്കാണുള്ളത്. അപ്പോൾ ഇത്രയും കഴിവുള്ളൊരു സ്ത്രീകൾ മസിൽ പവർ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മെൻ്റൽ പവർ ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തൊരു ഫിനിഷിംഗ് പോയിലോട്ട് എത്തിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾക്ക് വൈ കാണ്ട് ദേ ഡു ഫൈൻഡ് ദെയർ ഓൺ വേ, ദെയർ ഓൺ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ റോഡിൽ ഫ്രീ ആയിട്ട് നടക്കണമെന്നല്ല ഞാൻ പറയാം. ലിബറേഷൻ ഈസ് എൻ്റെ മൈൻഡിലാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു സ്ത്രീക്ക് സ്വന്തം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ അവരുടെ ടാലൻറ്റുകൾ. അപ്പോൾ നമ്മൾ പുസ്തകപ്പുഴയായിട്ട് പഠിച്ചൊരു ഡോക്ടറാണോ എഞ്ചിനീയറാണോ എന്ന് മാത്രമല്ല പറയുന്നത്. ദർ ആർ സോ മെനി അതർ ലോകം ഇങ്ങനെ സ്പ്രെഡ്, എസ്പെഷ്യലി ഇപ്പം ഒരു സോഷ്യൽ മീഡിയയുടെ സമയത്ത് യു ക്യാൻ ഹാവ് യുവർ ഓൺ ആർട്ട് വിൽ ലിബറേറ്റ് യു. ഏത് തരത്തിലുള്ള ആർട്ടാണ്. ദർ ഇസ് എ നോ ഏജ് ലിമിറ്റ്, നോ ലിമിറ്റ്, ഫിസിക്കൽ ലിമിറ്റ്. അത് കണ്ടെത്തിയിട്ട് പുട്ട് എ സിഗ്നേച്ചർ ബിഫോർ ഗോയിങ്. ഒരു സമൂഹത്തിന് ഈ നമ്മൾ ഉൾപ്പെടുന്ന ഈ സ്പേഷ്യസിന് എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു പോവുക. നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ ഏതൊരു കാര്യവും നമ്മൾ ഓർക്കുന്നത് ഒരു പേരിലൂടെയാണ്. ഈ സിനിമയുടെ കാര്യമാണെങ്കിലും നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ സിനിമയുടെ പേര്, ടൈറ്റിൽ എന്ന് പറയുന്നത് ലേഡി വിത്ത് ദ വിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു പേരിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? പേരിൽ ആക്ച്വലി ഞാൻ എഴുതുമ്പോഴൊക്കെ ഒരു ഇൻവിസിബിൾ സോഴ്സ് എനിക്ക് വരുന്നുണ്ട്. ഈ ഒരു പിക്ചർ ഞാൻ ഓൾറെഡി ആ കഥാപാത്രം കാക്കയായിട്ട് ഞാൻ ഓൾറെഡി കണ്ടു. ഒരു മേ ബി ഒരു എന്താ പറയുന്നത് ലൂസിഡ് ഡ്രീമിലായിരിക്കാം. അതാണ് ആ തീമിലേക്ക് കയറിയത്. അപ്പോഴാണ് ലേഡി വിത്ത് വിങ്സ് എന്നുള്ളത് വന്നത്. എൻ്റെ റൈറ്റിങ്സിൽ ഞാനൊരു കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് കുറച്ച് എഴുതി കഴിയുമ്പോൾ ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ടു മീ. അപ്പോൾ എനിക്ക് ഒരു ഇനിഷ്യൽ ഒരു സ്റ്റാർട്ടിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇറ്റ് കംസ് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് വരാറുണ്ട്. അങ്ങനെ വന്നൊരു അപ്പോൾ അതിന് ഈ സൂട്ടബിളായിട്ട് പേര് ഞാൻ തന്നെ സെലക്ട് ചെയ്തു. പക്ഷേ ഓരോ പിക്ചറൈസ് പീസ് ബൈ പീസ് നമ്മുടെ പണ്ടത്തെ ഫിലിമിലില്ലേ അതേപോലെ എൻ്റെ ഇങ്ങനെ എൻ്റെ റൈറ്റിങ്ങിൽ ഒരു ലൂസിഡ് ഡ്രീംസിൽ എനിക്ക് വരും. അങ്ങനെ എത്തിയൊരു പേരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിനിമ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നൊരു സ്റ്റുഡിയോ അങ്ങനെയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. പല സ്ഥലങ്ങളിൽ പോകണം. ഈ പറയുന്നത് പോലെ സ്ത്രീയാണ്, അപ്പോൾ മാമിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്? കൂടുതലും വെള്ളയാണി, മറ്റേ കിരീടം, ട്രിവാൻഡ്രം, നെടുമങ്ങാട്, പിന്നെ കൊല്ലത്തെ പുനലൂര്, ചടയമംഗലം ഏരിയക്ക്. പക്ഷേ കൂടുതൽ ആദ്യത്തെ ഒരു 10-13 ദിവസത്തെ ഷെഡ്യൂളിലെ ഒരു വീട് ബേസ്ഡ് ആയിട്ട് ബിന്ദുവിൻ്റെ വീട് ബേസ്ഡ്, ബാക്കിയെല്ലാം നമ്മൾ സ്ട്രീറ്റിലായിരുന്നു എന്ന് തുടങ്ങും. ഇപ്പോഴും വഴികളിലായിരുന്നു. അപ്പോൾ ഈ വഴികളിൽ തന്നെ ഫുഡും വെള്ളവും സപ്ലൈ ചെയ്യുക, പിന്നെ ഹോട്ടലില്ലാത്ത ഏരിയകൾ വരും. ഇതെല്ലാം നമ്മൾ പ്രീ പ്ലാനിങ് പറ്റത്തില്ല. കാര്യം ചില സമയത്ത് അവിടെ ഉടനെ മഴ പെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതെ വരും. ഒത്തിരി കഷ്ടപ്പെട്ടു. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഷെഡ്യൂളുകളിൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ചേക്കാൾ ഒരു 3 times ഷെഡ്യൂളായി. ഈവൻ ഇതിൻ്റെ എക്സ്പെൻസും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും 3 times. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു പറഞ്ഞ പോലെ ഒരു സ്റ്റുഡിയോയിലായിരിക്കണം. സ്റ്റുഡിയോയിൽ ഇപ്പം ഞാനൊരു ക്രോഡ സോങ് മാത്രമേ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ഇതുണ്ടല്ലോ, ഒരു സൈക്കോളജിക്കൽ ഒരു സോങ് ഉണ്ട്, ദ ക്രോ സോങ്. അത് മാത്രമേ സ്റ്റുഡിയോ. ബാക്കിയെല്ലാം ഒന്നിലൊരു വീട്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറയത്തില്ലായിരുന്നു. എത്ര കാലം എടുത്തു മാം ഇങ്ങനെ ഒരു സിനിമ? ആക്ച്വലി സ്ക്രിപ്റ്റും റൈറ്റിങ്ങും ഡയലോഗൊക്കെ ഒരു 1 year കംപ്ലീറ്റ് ചെയ്തു. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് പലതവണയും ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത് മേ ബി ക്യാമറയുടെ പ്രോബ്ലം, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ക്രൂവിൻ്റെ പ്രോബ്ലം ഒക്കെ വന്ന് പലതവണ എനിക്കിത് ബ്രേക്ക് ചെയ്ത് ഒരാഴ്ചത്തെ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയും ചെയ്യും. അങ്ങനെ പല ഷെഡ്യൂളായിട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ കപ്പാസിറ്റിയിൽ നിന്നില്ല. അതൊരു ഫാക്റ്റാണ്. എന്തായാലും നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.